അപ്പൊ മക്കളെ, നമ്മള് ഷെയർ വന്നിട്ട് പാറില് കൊടുക്കാം, പ്രീമിയത്തിൽ കൊടുക്കാം, ഇതൊക്കെ ഓക്കെ. ഇതല്ലാതെ വേറെ ചില കാര്യങ്ങളും നമുക്ക് അറിയാനുണ്ട്. ഓവർ സബ്സ്ക്രിപ്ഷൻ, അണ്ടർ സബ്സ്ക്രിപ്ഷൻ. എന്താ ഈ സംഭവം? ഞാൻ ഓൾറെഡി ഇൻട്രൊഡക്ഷനിൽ ഈ കാര്യത്തിനെ കുറിച്ച് ഒന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാൻ വന്നിട്ട് ഒരു 5 ലക്ഷം ഷെയർ ആണ് പബ്ലിക്കിന് കൊടുക്കണമെന്ന് വിചാരിക്കുക. 5 lakh ഷെയർ ആണ് പബ്ലിക്കിന് കൊടുക്കണമെന്ന് വിചാരിക്കുക. പക്ഷേ എനിക്ക് ഇങ്ങോട്ടേക്ക് അപ്ലിക്കേഷൻ കിട്ടുമ്പോ, ഫോർ എക്സാമ്പിൾ ഞാനൊരു ഉദാഹരണത്തോടെ പറയാം. വിക്ടോറിയ കോളേജിൽ സീറ്റ് ഉണ്ട്, കേട്ടല്ലോ, നിശ്ചിതമായിട്ടുള്ള ഒരു സീറ്റ് ഉണ്ട്. ഓക്കെ, ആ കോളേജിൽ ലൈക്ക് നമുക്ക് റിസൾട്ട് ഒക്കെ വന്ന് +2 റിസൾട്ട് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്വാഭാവികമായിട്ടും കുട്ടികൾ എല്ലാവരും കോളേജിലൊക്കെ അപ്ലൈ ചെയ്യുമല്ലോ. അപ്പൊ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോളേജിൽ നിശ്ചിതമായിട്ട് ഇത്ര സീറ്റേ ഉള്ളൂ. ഒരു BCom-നോ ഓർ വാട്ട് എവർ ഇറ്റ് ഇസ്, BA-ക്കോ അങ്ങനെ എന്താണെങ്കിലും വാട്ട് എവർ ഇസ് ദ റെസ്പെക്റ്റീവ് കോഴ്സ്, അതിനുള്ള സീറ്റ് നിശ്ചിതമായിരിക്കുമല്ലോ. എല്ലാ കോട്ട അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരു 60 സീറ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ടോട്ടലായിട്ട് 60 സീറ്റ് ഉണ്ട്. പക്ഷെ അപ്ലിക്കേഷൻ 60-ന് മാത്രമേ വരത്തുള്ളൂ? അല്ലല്ലോ. സ്വാഭാവികം ചിലപ്പോൾ 250, 500, 1000 എത്ര ആൾക്കാരാണ് അതിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക, അല്ലേ? സോ ഒരു കോളേജിന്റെ കാര്യത്തിലെ അങ്ങനെയാണെങ്കിൽ കാശ് ഉൾപ്പെടെ ഉള്ള ഒരു ഷെയറിന്റെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. 5 lakh ഷെയർ ആണ് കമ്പനിക്ക് മൊത്തമായിട്ട് കൊടുക്കാനുള്ളത്, ഓഫർ ചെയ്യാനുള്ളത്, അലോട്ട് ചെയ്യാനുള്ളത്. പക്ഷെ അപ്ലിക്കേഷൻ വരുമ്പോ ചിലപ്പോ എന്താവാം, 6 lakh ഷെയറിന്റെ അപ്ലിക്കേഷൻ വരാം, മേ ബി 10 lakh ഷെയറിന്റെ അപ്ലിക്കേഷൻ വരാം, അല്ലെ? അപ്പൊ നമുക്ക് എത്രയാണോ ഓഫർ കൊടുക്കാനുള്ളത്, ആ കൊടുക്കാനുള്ള ഓഫറിനെക്കാളും കൂടുതൽ അപ്ലിക്കേഷൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, കൂടുതൽ ആൾക്കാർ ഷെയർ വാങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അപ്ലിക്കേഷൻ ഇങ്ങോട്ടേക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതിനെ പറയുന്ന പേരാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. അതിനെ പറയുന്ന പേരാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. Is that clear? Is that clear? അപ്പോ ഇങ്ങനെ ഓവർ ആയിട്ട് കൊടുക്കാൻ 5 ലക്ഷം ഷെയറേ ഉള്ളൂ, പക്ഷെ വാങ്ങിക്കാൻ 6 ലക്ഷം ഷെയർ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അവര് ആദ്യം തന്നെ ആപ്ലിക്കേഷൻ മണി ഇങ്ങോട്ടേക്ക് അയച്ചു തന്നിട്ടുണ്ടാവും, അല്ലെ? നമ്മൾ ഇൻവിറ്റേഷൻ അടിക്കുമ്പോൾ ഷെയർ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ 2 രൂപ ആപ്ലിക്കേഷൻ മണി ഇങ്ങോട്ടേക്ക് അയച്ചു തരണം എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇൻവിറ്റേഷനിൽ എഴുതുക. അപ്പൊ ഇത് കണ്ടിട്ട് ആപ്ലിക്കേഷൻ മണി എനിക്ക് ഇത്ര ഷെയർ വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആദ്യം തന്നെ പൈസ അയച്ചു തന്നിട്ടുണ്ടാവില്ലേ? ഇവർക്ക് എല്ലാവർക്കും നമുക്ക് ഷെയർ കൊടുക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. ആണോ അല്ലയോ? അപ്പൊ ഈ എക്സ്ട്രാ കിട്ടിയ പൈസേനെ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഷെയർ നമ്മൾ കൊടുക്കുന്ന ഷെയറിനെക്കാളും കൂടുതൽ അപ്ലിക്കേഷൻ ഇങ്ങോട്ടേക്ക് വരുമ്പോ ആ പറയുന്ന ടേമിനെയാണ് നമ്മൾ ഓവർ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുക. അപ്പൊ അങ്ങനെ കിട്ടുന്ന എക്സ്ട്രാ പണത്തിനെ നമ്മൾ എന്ത് ചെയ്യും എന്നാണ് പറയുക. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഇപ്പൊ ആദിത്യ എന്ന് പറയുന്ന ഒരു ഷെയർ ഹോൾഡർ എന്റെ കമ്പനിന്ന് ഒരു 10,000 ഷെയർ വേണം എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യണത്, തരുന്നത്. 10,000 ഷെയർ വേണം എനിക്ക് എന്ന് പറഞ്ഞിട്ട് പൈസ അയച്ചിരുന്നു, 2 രൂപ അയച്ചിരുന്നു. 10,000 ഷെയറിന്റെ 2 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തമായിട്ട് 2 രൂപ എന്ന് വിചാരിക്കരുത് കേട്ടോ. ഒരു ഷെയറിന് അപ്ലിക്കേഷൻ മാത്രമായിട്ട് 2 രൂപ, മൊത്തം 10 രൂപയാണ്. അതിൽ അപ്ലിക്കേഷൻ മാത്രമാണ് 2 രൂപ. അപ്പൊ 10,000 ഷെയറിനുള്ള 2 രൂപ പറയുമ്പോൾ 20,000 രൂപ എനിക്ക് ആദ്യത്തെ അയച്ചു തരുന്നു. അപ്പൊ ഞാൻ ഇതിൽ എത്ര ഷെയർ ആണ് ആദിത്യക്ക് കൊടുക്കണത് എന്നുള്ളതൊരു കണക്ക് വേണ്ടേ? 10,000 ഷെയർ വേണമെന്ന് ആദിത്യ പറഞ്ഞു, പക്ഷെ ഞാൻ കൊടുക്കുന്നത് ഒരു 5,000 ഷെയർ മാത്രമേ കൊടുക്കുള്ളൂ ആയിരിക്കും. കാരണം അതേ കൊടുക്കാൻ എൻ്റെ അടുത്തുള്ളൂ. എനിക്ക് ബാക്കിയുള്ള ആൾക്കാർക്കും കൊടുക്കണം ഷെയർ, ഒരാൾക്ക് മാത്രം കൊടുക്കാൻ പറ്റില്ല. അപ്പോ ആദിത്യ എന്ന് പറഞ്ഞ ഒരു ഷെയർ ഹോൾഡർ വന്നിട്ട് എന്ത് ചെയ്യണു, 10,000 ഷെയർ വേണം എന്ന് പറയുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തിന് 5,000 ഷെയറേ കൊടുക്കണുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പൊ 10,000 ഷെയർ വേണം എന്ന് പറഞ്ഞിട്ടാണ് ആദിത്യ എനിക്ക് എത്ര രൂപ അയച്ചിരുന്നത്, 2 രൂപ അയച്ചിരുന്നത്. അപ്പൊ ആദിത്യയുടെ പൈസ എനിക്ക് എത്രയാ ഉള്ളത്, 20,000 രൂപ ഉണ്ട് ഇപ്പൊ എന്റെ കയ്യില്. പക്ഷെ ഞാൻ ആദിത്യക്ക് എത്ര ഷെയറാ കൊടുക്കണത്, വെറും 5,000 ഷെയറിലേ കൊടുക്കുള്ളൂ. ആണോ? വെറും 5,000 ഷെയറിലേ കൊടുക്കുള്ളൂ. അപ്പൊ 5,000-ന്റെ 2 രൂപ പോരെ എനിക്ക്. അപ്പൊ എനിക്ക് വേണ്ടത് 10,000 രൂപയാണ് ആദിത്യയുടെ കയ്യിൽ നിന്ന്, അപ്ലിക്കേഷൻ മാത്രമായിട്ട്. പക്ഷെ ആദിത്യ എനിക്ക് എത്ര അയച്ചു തന്നു, 20,000. അപ്പൊ ആദിത്യയുടെ എക്സ്ട്രാ പണം എന്റെ കയ്യിൽ എത്രയുണ്ട്, ബാക്കി സ്വാഭാവികം എന്താണ്, 10,000 രൂപയുണ്ട്. അപ്പൊ ഈ എക്സ്ട്രാ ഉള്ള 10,000-ന് ഞാൻ എന്ത് ചെയ്യും, how will I treat? There are 3 cases. How will I treat the extra money received from the shareholders in the case of over subscription? കേട്ടോ, ഓവർ സബ്സ്ക്രിപ്ഷൻ ഉള്ള കാര്യത്തില്
എക്സ്ട്രാ പൈസ ആദിത്യ പോലെ ഇനി ഒരുപാട് ആൾക്കാർ അയച്ചെന്നുണ്ടാവില്ലേ. അനീഷ് അയച്ചെന്നുണ്ടാവും, അനന്യ അയച്ചെന്നുണ്ടാവും, നാരായണൻ അയച്ചെന്നുണ്ടാവും, വിഘ്നേഷ് അയച്ചെന്നുണ്ടാവും, ഹരിഹരൻ അയച്ചെന്നുണ്ടാവും, അബൂബക്കർ എന്ന് പറഞ്ഞ ആൾ അയച്ചെന്നുണ്ടാവും, ജയറാം അയച്ചെന്നുണ്ടാവും. ഇങ്ങനെ ഒത്തിരി ആൾക്കാർ അയച്ചെന്നുണ്ടാവില്ലേ. എനിക്ക് ഇത്ര ഷെയർ വേണം, എനിക്ക് ഇത്ര ഷെയർ. അവർക്ക് എല്ലാവർക്കും അവർ ചോദിക്കണം അതേ ഷെയർ കൊടുക്കാൻ പറ്റുമോ? എൻ്റെ അടുത്ത് ഉണ്ടായാ കൊടുക്കാം, ഇല്ലല്ലോ. എൻ്റെ അടുത്ത് ഷെയർ പരിമിതിയാണല്ലോ. എല്ലാവർക്കും ഷെയർ കൊടുക്കുകയും വേണം, പക്ഷെ അവർ ചോദിച്ച ഷെയർ കൊടുക്കാനും പറ്റില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെയൊക്കെ എക്സ്ട്രാ പണം എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ ആ എക്സ്ട്രാ പണത്തിനെ ഞാൻ എന്ത് ചെയ്യും? വാട്ട് വിൽ ഐ ഡു? അതിന് 3 കേസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ കേസാണ് ഔട്ട് ആൻഡ് ഔട്ട് എന്ത്? റിജക്ഷൻ. ഞാൻ എന്ത് ചെയ്യാം? കംപ്ലീറ്റ്ലി അങ്ങോട്ട് റിജക്ട് ചെയ്യാം. അപ്പൊ ആദിത്യയുടെ കാര്യം എടുത്താ എനിക്ക് 10,000 രൂപ മതി, ആദിത്യ എനിക്ക് 20,000 തന്നു, എക്സ്ട്രാ ഉള്ള 10,000 ഞാൻ ആദിത്യക്ക് തന്നെ തിരിച്ചു കൊടുക്കും, വേണ്ട എനിക്കിത് മതി. ഇങ്ങനെ ചെയ്യാം. ഇനി അലോട്ട്മെന്റ് വിളിക്കുമ്പോ നീ എനിക്ക് അയച്ചു തന്നാ മതി, അങ്ങനെ ചെയ്യാം. അപ്ലിക്കേഷനെ വിളിച്ചിട്ടുള്ളൂ, ഓർമ്മ വേണം. ഇതൊരു കേസ്. ഇനി രണ്ടാമത്തെ കേസോ ദാറ്റ് ഇസ് കോൾഡ് പ്രോറാറ്റ. ഇതാണ് നമ്മുടെ വില്ലൻ. പ്രോറാറ്റ അലോട്ട്മെന്റ്. Prorata allotment where we will adjust the extra money in the allotment. ഇപ്പോ ഞാൻ അപ്ലിക്കേഷൻ വിളിച്ചു 2 രൂപ, അലോട്ട്മെന്റ് 3 രൂപയാണെന്ന് വിചാരിക്കുക. ഇപ്പോ ആദിത്യയുടെ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ആദിത്യ 20,000 രൂപ അയച്ചു തന്നു, പക്ഷെ അപ്ലിക്കേഷന് എനിക്ക് 10,000 മതി, ബാക്കി എത്രയുണ്ട്? 10,000. അതിനെ ഞാൻ റിജക്ട് ചെയ്യുകയാണെങ്കിൽ ആദ്യത്തെ കേസ്, ഞാൻ അതിനെ റിജക്ട് ചെയ്യണില്ല എന്ന് വിചാരിക്കും. ഞാൻ എന്ത് ചെയ്യണില്ല? റിജക്ട് ചെയ്യണില്ല. പകരം ഞാൻ എന്ത് ചെയ്യണു? ആ 10,000-നെ അവൻ തരാനുള്ള അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യണു. അപ്പോഴും ഞാൻ അവന് 5,000 ഷെയർ കൊടുക്കണുള്ളൂ. ക്ലിയർ ആവണ്ടോ? അപ്പോ അയാൾ തന്ന എക്സ്ട്രാ പൈസേനെ ഞാൻ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? സെക്കൻഡ് സ്റ്റേജിൽ അഡ്ജസ്റ്റ് ചെയ്യും. കോളേജിലൊക്കെ ഇങ്ങനെ നടക്കാറുണ്ട്, നമ്മൾ എക്സ്ട്രാ കാശ് കൊടുക്കുമ്പോ അടുത്ത ഫീസിൽ അടച്ചോളൂ, അപ്പൊ ബാക്കി കൊടുത്താ പോരെ. പറഞ്ഞു മനസ്സിലാവുണ്ടോ? ഇപ്പോ ആദിത്യ വന്നിട്ട് 5,000 ഷെയർ ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത്, അലോട്ട്മെന്റിന്റെ പൈസ എത്രയാ? 3 രൂപ. അപ്പൊ 5,000 ഷെയറിന്റെ 3 രൂപ വെച്ചിട്ട് 15,000 രൂപയാണ് ആദിത്യ എനിക്ക് തരാനുള്ളത്. അതിൽ ഓൾറെഡി ആദിത്യയുടെ എക്സ്ട്രാ പണം എന്റെ കയ്യിലുണ്ട്. എത്രയാ ഉള്ളത്? 10,000 രൂപയുണ്ട്. അപ്പൊ ഞാൻ ആ 10,000-നെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ബാക്കി ആദിത്യ എനിക്ക് എത്ര അടച്ചാ മതി? 5,000 രൂപ അടച്ചാ മതി. And this is called prorata allotment where 10,000 ഷെയർ വേണം പറഞ്ഞ ആൾക്ക് ഞാൻ 5,000 ഷെയർ കൊടുക്കുള്ളൂ. ആൻഡ് പുള്ളിക്കാരന്റെ കയ്യിൽ നിന്ന് എക്സ്ട്രാ കിട്ടിയ പൈസേനെ ഞാൻ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് ഇസ് കോൾഡ് പ്രോറാറ്റ അലോട്ട്മെന്റ്. ഇസ് ദാറ്റ് ക്ലിയർ? ഇസ് ദാറ്റ് ക്ലിയർ മക്കളെ? അപ്പൊ അതാണ് സെക്കൻഡ് സ്റ്റേജ്. നമ്മൾ റിജക്റ്റ് ഒന്നും ചെയ്യില്ല. 10,000 ഷെയർ വേണം പറഞ്ഞ ആൾക്ക് അപ്പോഴോ 5,000 ഷെയറേ കൊടുക്കണുള്ളൂ. അവരുടെ എക്സ്ട്രാ പണം ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ അടുത്ത സ്റ്റേജിൽ അഡ്ജസ്റ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ആൻഡ് മൂന്നാമത്തെ കാര്യം കോമ്പിനേഷൻ ഓഫ് 1 and 2. കോമ്പിനേഷൻ ഓഫ് 1 and 2. കോമ്പിനേഷൻ ഓഫ് 1 and 2. ഇതേ ആദിത്യ 10,000 ഷെയർ വേണം പറഞ്ഞു, ഞാൻ 5,000 ഷെയറേ കൊടുത്തിട്ടുള്ളൂ. അവന്റെ 10,000 രൂപ എൻ്റെ കയ്യിൽ എക്സ്ട്രാ ഉണ്ട്. അതിലൊരു 5,000-നെ ഞാൻ തിരിച്ചു കൊടുക്കും. ബാക്കി 5,000-നെ അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. പകുതി റിജക്ഷൻ, പകുതി എന്ത് ചെയ്യണു? അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യണു. പകുതി റിജക്ഷൻ, പകുതി അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യണു. ഇങ്ങനെ കമ്പനിയില് 5,000 ഒന്ന് ആലോചിച്ച്. കമ്പനി, ഇത് ഞാനൊരു ഷെയർ ഹോൾഡറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പറഞ്ഞു. കമ്പനി എന്ന് പറഞ്ഞാൽ ആദിത്യ മാത്രമല്ലല്ലോ കമ്പനി, നിങ്ങൾ എല്ലാവരും ചേർന്നതല്ലേ കമ്പനി, അല്ലേ? നിങ്ങൾ എല്ലാവരും ചേർന്നതല്ലേ കമ്പനി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ഞാൻ ഓഫർ തന്നത്, അലോട്ട് ചെയ്തത് 5 lakh ഷെയർ. പക്ഷേ എനിക്ക് അപ്ലിക്കേഷൻ കിട്ടിയത് എത്രയായിരുന്നു? 6 lakh ഷെയർ. 6 lakh ഷെയർ. ഇത് കേസ് 1 പ്രകാരം നോക്കുകയാണെങ്കിൽ 5 lakh ഷെയർ വേണം പറഞ്ഞ ആൾക്കാർക്ക് 5 lakh തന്നെ കൊടുക്കും. അപ്പൊ എക്സ്ട്രാ ഉള്ള 1 lakh അതിന് അങ്ങനെ എന്ത് ചെയ്യും? ഒന്നും കൊടുക്കില്ല, തിരിച്ചു കൊടുക്കും. ഇതാണ് റിജക്ഷൻ. ഇത് നമ്പർ 1 കാറ്റഗറി. ഇതിൽ പ്രോറാറ്റി ഇല്ല, അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ക്ലിയർ ആവുണ്ടോ? ഇനി അടുത്തത് നെക്സ്റ്റ് വൺ. രണ്ടാമത്തെ കേസ് പ്രകാരം പറയുകയാണെങ്കിൽ നമ്മള് പബ്ലിക്കിന് കൊടുത്തത് 5 ലക്ഷം ഷെയർ.
പക്ഷെ പബ്ലിക്കിന്റെ കയ്യിൽ നിന്ന് അപ്ലിക്കേഷൻ കിട്ടിയത് 6 ലക്ഷം ഷെയർ. അതില് നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 lakh ഷെയറേ നമ്മുടെ കയ്യിലുള്ളൂ, 6 lakhന് അപ്ലിക്കേഷൻ കിട്ടി. നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മേ ബി ഇതിന് ഞാൻ ഒന്ന് കാറ്റഗറൈസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4,20,000 ഷെയർ വേണം എന്ന് പറഞ്ഞ് അപ്ലൈ ചെയ്ത ആൾക്കാർക്ക്, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമല്ലോ, ഇത് കുറച്ചുകൂടി ബെറ്റർ ഐഡിയ. 5 ലക്ഷം ഷെയറേ നമ്മുടെ അടുത്തുള്ളൂ, 6 ലക്ഷം ഷെയർ ആണ് അപ്ലിക്കേഷൻ കിട്ടിയത്. അപ്പോ 5:6 എന്നുള്ള റേഷ്യോയില് കൊടുക്കും. എന്ന് വെച്ചാൽ 6 ഷെയർ വേണം എന്ന് പറഞ്ഞ ഒരാൾക്ക് എത്ര കൊടുക്കും? 5 ഷെയർ കൊടുക്കും. ബെറ്റർ. അപ്പോഴും അവിടെ ഒരാളുടെ എക്സ്ട്രാ ഒരു ഷെയർ ഉണ്ട്, അതിന്റെ പൈസ ഉണ്ട്, അതിനെന്ത് ചെയ്യും? അലോട്ട്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്യും. അതിലൊരാളാണ് ഈ ആദിത്യ, അതിലൊരാളാണ് അനീഷ്, അതിലൊരാളാണ് നാരായണൻ, അതിലൊരാളാണ് ഐശ്വര്യ. അങ്ങനെ ആരും പറഞ്ഞ മനസ്സിലാവുണ്ടോ? 6 ഷെയർ വേണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് അങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് എത്ര ഷെയർ കൊടുക്കും? 5 ഷെയർ കൊടുക്കും. കാരണം എനിക്ക് കൊടുക്കാൻ 5 ഷെയറേ ഉള്ളൂ, 5 ലക്ഷമേ ഉള്ളൂ. 6 ലക്ഷം വേണം പറഞ്ഞ 6 ഷെയർ വേണം പറഞ്ഞ ആൾക്ക് 5 ഷെയർ കൊടുക്കും. ദാറ്റ് ഇസ് കോൾഡ് prorata. ഇൻ ദ പ്രൊപ്പോർഷൻ they will give. ക്ലിയർ ആവുണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇത് രണ്ടാമത്തെ കേസ്. ഇനി മൂന്നാമതൊരു കേസ് കോമ്പിനേഷൻ ഓഫ് 1 and 2 കേട്ടോ. 6 ലക്ഷം ഷെയർ, 5 ലക്ഷമേ ഷെയർ നമ്മുടെ കയ്യിലുള്ളൂ കൊടുക്കാൻ. അതില് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, ഒരു മേ ബി 5 ലക്ഷം ഷെയർ വേണം എന്ന് പറഞ്ഞ ആൾക്കാർക്ക്, 5 ലക്ഷം ഷെയർ വേണം എന്ന് പറഞ്ഞ ആൾക്കാർക്ക് എന്തെന്നെ കൊടുക്കും? ആൻഡ് 5 ലക്ഷം ഷെയർ വേണം പറഞ്ഞ ആൾക്കാർക്ക് മേ ബി ഒരു, അല്ലെങ്കിൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ പിടിക്കാം. അതാണ്, അല്ലെങ്കിൽ പിന്നെ ഫസ്റ്റ് കേസുമായിട്ട് കുറച്ച് കൺഫ്യൂഷൻ ആവും. ഒരു 4 lakh ഷെയർ വേണം എന്ന് പറഞ്ഞ ആൾക്ക് 3 lakh ഷെയർ കൊടുക്കും. എന്താണ്? 4 lakh ഷെയർ വേണം പറഞ്ഞ ആൾക്ക് 3 lakh ഷെയർ, 4:3. അപ്പൊ അവിടെ പ്രോറാറ്റ ഉണ്ട്. കോമ്പിനേഷൻ ഓഫ് 1 and 2 ആണ്. പ്രോറാറ്റയും വരും, റിജക്ഷനും വരും. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക, മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് 1 and 2 ആണ് കേട്ടോ. റിജക്ഷനും ഉണ്ടാവും, പ്രോറാറ്റയും ഉണ്ടാവും. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഒരു 2,50,000 ഷെയർ വേണം എന്ന് പറഞ്ഞ ആൾക്ക് 2,50,000 ഷെയറിന് കൊടുക്കും. അതിൽ ഫുൾ ആണല്ലോ. അതെ, ഇരിക്കട്ടെ. 2,50,000 ഷെയർ വേണം പറഞ്ഞ ആൾക്ക് 2,50,000 തന്നെ കൊടുക്കും. അപ്പൊ അവരുടെ എക്സ്ട്രാ പണം ഒന്നും ഇല്ല, അവരെന്ത് ചോദിക്കണോ അത് കൊടുത്തു, അത്രേ ഉള്ളൂ ആ കാറ്റഗറി. ഇനി ബി, ഒരു മേ ബി 3 lakh ഷെയർ വേണം പറഞ്ഞ ആൾക്കാർക്ക്, 3 ലക്ഷം ഷെയർ വേണം എന്ന് പറഞ്ഞ ആൾക്ക് എത്ര കൊടുത്തിട്ടുണ്ടാവും? 2,50,000 കൊടുത്തിട്ടുണ്ടാവും. 2,50,000 കൊടുത്തിട്ടുണ്ടാവും. ഇത് പ്രോറാറ്റ അല്ലേ? 30:25 എന്ന് വരും. എന്ന് വെച്ചാൽ 5:6 കറക്റ്റ് തന്നെയാണ്. 5:6. 3 ലക്ഷം ഷെയർ വേണം പറഞ്ഞ ആൾക്ക് 2,50,000 ഷെയർ കൊടുത്തു. അപ്പോൾ ഒരു 50,000 ഷെയർ എക്സ്ട്രാ പണം നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അതിനെ നമ്മൾ എവിടെ അഡ്ജസ്റ്റ് ചെയ്യും? പ്രോറാറ്റയിൽ അഡ്ജസ്റ്റ് ചെയ്യും. ആദ്യത്തെ കാറ്റഗറി പ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാൻ ഒന്നുമില്ല കേട്ടോ. ഇനി സി ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് 50,000 ഷെയർ വേണം എന്ന് പറഞ്ഞ ആൾക്ക് ഒന്നും കൊടുത്തില്ല, നിൽ, റിജക്ഷൻ. അവർ അപ്ലിക്കേഷൻ മണി അയച്ചു തന്നത് അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ഇത് ടാലി ആവണില്ലേ നോക്കൂ. 2,50,000 plus 3 lakh 5,50,000. 5,50,000 plus 50,000 6 lakh, 6 ലക്ഷം. 2,50,000 2,50,000 5 ലക്ഷം. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. ദിസ് ഇസ് ദ കോമ്പിനേഷൻ ഓഫ് എബൌട്ട് ടു. അതായത് ഇതിൽ റിജക്ഷനും ഉണ്ട്. റിജക്ഷൻ ചെയ്യുന്നത് എത്ര ഷെയർ ആണ്? 50,000 ഷെയർ. പ്രോറാറ്റ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന എത്ര ഷെയർ ആണ്? 3 lakh and 2,50,000. 3 ലക്ഷം ഷെയർ വേണം പറഞ്ഞ ആൾക്ക് 2,50,000 ഷെയർ ആണ് കൊടുക്കണത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. കേട്ടല്ലോ. അപ്പൊ ഇത് പ്രോബ്ലത്തിലൊക്കെ വരുമ്പോ എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോണത്. ക്ലിയർ ആവുണ്ടല്ലോ. അപ്പൊ ഇതാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ. കയ്യോടെ അണ്ടർ സബ്സ്ക്രിപ്ഷൻ നോക്കിയാലോ? അണ്ടർ സബ്സ്ക്രിപ്ഷൻ വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ കൊടുത്ത ഷെയറിനെക്കാളും കമ്മി ആയിട്ടുള്ള അപ്ലിക്കേഷൻ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ. ആൻഡ് അണ്ടർ സബ്സ്ക്രിപ്ഷൻ കിട്ടുമ്പോൾ അതിലൊരു റൂൾ ഉണ്ട്. കമ്പനീസ് ആക്ട് 2013 പ്രകാരം അണ്ടർ സബ്സ്ക്രിപ്ഷൻ വരുമ്പോ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ 5 ലക്ഷം ഷെയർ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. കുറവ് വന്നു എന്ന് വിചാരിക്കുക.
ഒരു 90% അപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. 4,50,000 ഷെയറിന്റെ അപ്ലിക്കേഷനെ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഇത് വെച്ച് നമ്മൾ കമ്പനി കണ്ടിന്യൂ ചെയ്യും. നമ്മൾ കൊടുത്തത് 5 ലക്ഷം ഷെയർ ആണ്. അതിന്റെ ഒരു 90% അപ്ലിക്കേഷൻ നമുക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പൊ 4,50,000 കമ്മി, 5 lakh കൊടുത്തു, 4,50,000 നമുക്ക് കിട്ടി. അത് വെച്ച് കമ്പനി കണ്ടിന്യൂ ചെയ്യും. പക്ഷേ കമ്പനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു 3 lakh ഷെയറേ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കൂ. കമ്പനി കണ്ടിന്യൂ ചെയ്യരുത്. ഈ 3 lakh ഷെയറിന്റെ എമൗണ്ടും അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. കാരണം എന്താ, 90% എങ്കിലും കിട്ടിയിരിക്കണം. നമ്മൾ എത്രയാണോ ഓഫർ ചെയ്യുന്നത് ആ ഓഫർ ചെയ്യണതിന് 90% എങ്കിലും അപ്ലിക്കേഷൻ നമുക്ക് കിട്ടിയിരിക്കണം. അങ്ങനെ കിട്ടിയാൽ മാത്രമേ ആ കമ്പനി നമ്മൾ തുടരാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ ആ ഷെയർ തുടരാൻ പറ്റുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ കിട്ടിയ അപ്ലിക്കേഷൻ മണിയൊക്കെ അവർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. ക്ലിയർ ആയല്ലോ? ഇത്രയേ ഉള്ളൂ. താങ്ക് യു.